സന്ദർശിച്ചിട്ടില്ല. സന്ദർശിച്ചാലൊട്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാനും സന്നദ്ധല്ല. ഇപ്പോഴും അത് തന്നെ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ സന്നദ്ധനല്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റുകാരൻ പയ്യന്നൂരിൽ നിന്ന് ഫണ്ട് പിരിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവ് പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ഫണ്ട് കൊടുത്തയാൾ ഇന്നയാളാണ് എന്നോട് ഫണ്ട് വാങ്ങിയത് എന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അന്ന് ഉയർന്നു വന്ന ഒരു കാര്യം, സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും അയാൾ ഫണ്ട് പിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം ഫണ്ട് പിരിച്ചു എന്ന് മനസ്സിലാക്കണമെങ്കിൽ അച്ചടിച്ച റെസീറ്റ് മുഴുവൻ ഓഡിറ്റിന് ഹാജരാക്കണം. ഇന്നേ വരെ ആ റെസീറ്റ് ഓഡിറ്റിന് ഹാജരാക്കിയിട്ടില്ല പൂർണ്ണമായി. ജില്ലാ കമ്മിറ്റിക്കൊട്ട് ഇടപെട്ട് ആ ഫണ്ട് റെസീറ്റ് വാങ്ങിയെടുക്കാനും സാധിച്ചിട്ടില്ല. നമ്മൾ അച്ചടിച്ച റെസീറ്റ് പൂർണ്ണമായും തിരിച്ചു വരാതെയാണ് ഒരു നയാ പൈസ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, ഒരാളും എടുത്തിട്ടില്ല എന്ന് ജില്ലാ കമ്മീഷൻ റിപ്പോർട്ട് നൽകിയത്. ഈ റെസീറ്റ് തിരിച്ചു വരാതെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ പറ്റുക? അല്ല, ടി വി രാജേഷിൻ്റെ കമ്മീഷൻ, ടി വി രാജേഷും ഗോപിനാഥും. ഇപ്പം ഇതിലെ മറ്റൊരു കാര്യം, ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു. പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു, അങ്ങ് ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി 8 മാസത്തോളം സമയം അങ്ങ് പാർട്ടിക്ക് പുറത്തിരുന്നു. അതായത് പാർട്ടിയിലെ ഒരു പ്രവർത്തനങ്ങളിലും പങ്കെടുക്കാതെ പാർട്ടിക്ക് പുറത്തിരുന്നു. സത്യം പറയുകയാണെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഒരു അസ്വസ്ഥത അങ്ങേക്കുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ആ സമയത്ത് അങ്ങയെ വന്ന് സന്ദർശിക്കുക? ഒരാളും സന്ദർശിച്ചിട്ടില്ല. സന്ദർശിച്ചാലൊട്ട് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകാനും സന്നദ്ധല്ല. ഇപ്പോഴും അത് തന്നെ. ഞാൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാൻ സന്നദ്ധനല്ല. അതുകൊണ്ട് അഡ്വാൻസായി തന്നെ ഒരാളും സമീപിക്കേണ്ട എന്നതുകൂടിയാണ്. താങ്കൾ പി ജയരാജൻ ആ സമയത്ത് വന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടു. അല്ല, പി ജയരാജൻ എന്നെ കാണാൻ ശ്രമിച്ചിരുന്നു. പയ്യന്നൂർ വന്നപ്പോൾ എങ്ങനെയോ മാധ്യമങ്ങൾ അത് ചോർത്തി ഒരു മാധ്യമപ്പടയായിരുന്നു വന്നവിടെ. പയ്യന്നൂർ ഖാദി ഓഫീസിലാണ് അയാൾ വന്നത്. ഞാൻ അവിടെ ചെന്നു. അപ്പോൾ മാധ്യമപ്പട ഉണ്ടായപ്പോൾ അതിനിടയിൽ ഒരു സംസാരം നടത്താൻ സാധിക്കില്ല എന്നുള്ളതുകൊണ്ട് ഒരു സംസാരം ഒന്നും നടത്തിയില്ല. ഞാനാണെന്ന് മാധ്യമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടി ഓട്ടോറിക്ഷ കയറി വരികയായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ പാർട്ടിയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു പുസ്തകം തന്നെ ഇറക്കുന്നു, ഈ തുറന്നു പറച്ചിൽ സ്വാഭാവികമായിട്ടും നടപടി ഉണ്ടാവുന്ന ഉറപ്പല്ലേ? അതെ, നടപടി വന്നാലെന്നില്ല. ഇല്ലില്ല. പുറത്തുനിന്നുകൊണ്ട് സാധാരണഗതിയിൽ എല്ലാവരും പാർട്ടി മെമ്പർമാരൊന്നും അല്ലല്ലോ. ഈ പാർട്ടിക്കകത്തുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ, ഈ പാർട്ടിയെ അംഗീകരിക്കുന്ന, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന, ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ടല്ലോ. മെമ്പർമാരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അവരെല്ലാം ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങ് നേരത്തെ ഒരു ആശങ്ക പങ്കുവച്ചു, ഇതൊക്കെ തുറന്നു പറയുമ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന്. ഞാൻ ആശങ്ക പങ്കുവച്ചതല്ല, ഇങ്ങനെ ചിലർ പറയുന്നുണ്ട് എന്നാണ്. ഞാൻ ആശങ്ക പങ്കുവച്ചതല്ല. ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കണം, ചിലപ്പോൾ എന്തെങ്കിലും നടക്കാൻ സാധ്യതയുണ്ടെന്ന് എന്നെ സ്നേഹിക്കുന്ന ചില ആളുകൾ ഒരു സ്നേഹോപദേശം അങ്ങനെ വരാം എന്നത് മാത്രം. അതിന് കാരണം എന്താ? അത് ഈ പയ്യന്നൂരിലെ പാർട്ടിയിൽ അത്തരത്തിലുള്ള ആളുകളുണ്ടോ? ഉണ്ട് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ തള്ളിക്കളയുന്നത്. അല്ല, അത് ചിലർ പറയുന്നു എന്നുള്ളതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്റെ അഭിപ്രായമല്ല. ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പൊ താങ്കൾ ഇങ്ങനെ തുറന്നു പറയുന്നു, താങ്കളോടൊപ്പമുള്ള അണികളുണ്ട്, ഇവിടുത്തെ പാർട്ടി അണികൾ, അവരെന്താണ് ഇതൊന്നും മനസ്സിലാക്കേണ്ടത്? അവരവരുടെ മാനസികാവസ്ഥക്കനുസരിച്ച് കാര്യങ്ങളെ വിലയിരുത്തും. വ്യത്യസ്തമായ വിലയിരുത്തലുകൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞതിനെ പൂർണ്ണമായും എതിർക്കുന്ന, പൂർണ്ണമായും തള്ളിപ്പറയുന്ന ആളുകൾ ഇതിന്ന് സൈബർ യുഗത്തിലാണല്ലോ. സൈബർ പോരാളികളാണെങ്കിൽ കൂടി വരികയാണ്. അത് സൈബർ പോരാളികൾക്ക് തെറ്റും ശരി ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഞാൻ ഒരാളെയും എൻ്റെ കൂടെ കൂട്ടാനുള്ള ഒരു ശ്രമവും ഇന്നേ വരെ നടത്തിയിട്ടില്ല.
കാരണം ഈ പാർട്ടിക്കകത്ത് വിഭാഗീയത ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമവും ഞാൻ നടത്തിയിട്ടില്ല. കാരണം ആളുകളെ കൂടെ കൂട്ടിയാലല്ലേ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ ഈ കാരയില് ഏത് അതെ ഇല്ല ഞാൻ ഈടെ വരുന്ന ആളുകളോട് പറയേണ്ട കാര്യമില്ല. ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറായി ഞാൻ ഈടെ വരുന്ന സാധാരണ പ്രവർത്തകരോട് പറഞ്ഞതുകൊണ്ടെന്ന് പ്രയോജനം നിനക്കറിയില്ലേ? അതുകൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. സെക്രട്ടറി ആയ സമയം മുതലാണ് ഇങ്ങനൊരു തിരുത്തൽ ശക്തിയായി മാറാൻ തുടങ്ങിയതും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തിയതും. ആ ഘട്ടത്തിൽ ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങയെ വിളിച്ച് ഇതൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ഏരിയ സെക്രട്ടറിയായി വന്ന കാലം മുതലല്ല, ഞാൻ ഈ പാർട്ടിക്ക് അകത്ത് വന്ന കാലം മുതൽ ഞാൻ വിമർശനം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. കാരണം എന്നെ പാർട്ടി പഠിപ്പിച്ചത്, ഈ പാർട്ടിയുടെ ജീവവായു എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവുമാണ്. ഇത് രണ്ടും ഒഴിവാക്കിയാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിലനിൽപ്പില്ല എന്നതാണ് ഞാൻ പഠിപ്പിച്ചത്, പാർട്ടി എന്നെ പഠിപ്പിച്ചത്. അപ്പം അതുകൊണ്ട് വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയുന്ന എല്ലാ കാലത്തും ഈ പാർട്ടിക്ക് ആവശ്യമാണ്. ഞാനത് ഈ പാർട്ടിയിൽ വന്ന കാലം മുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ആരും ശ്രമിച്ചിട്ടില്ല. ഇത് താങ്കൾ പരാതി നൽകി അല്ലെ? ഇതിൽ ജില്ലാ കമ്മിറ്റിയിൽ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചതാണ്. പരാതി നൽകിയതല്ല, കാരണം ഈ 3 കണക്കും പരിശോധിച്ച ആൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ റിപ്പോർട്ട് മേൽക്കമ്മിറ്റിക്ക് സമർപ്പിക്കുകയാണ് ഇത്.